ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഏതൊരു സ്ത്രീക്കും ഇഷ്ടമുള്ള പുരുഷ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എനിക്കൊന്നും ഇതറിയാനായിട്ട് കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് ശരിക്കും പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കണം എന്നാണ് ഓരോ പുരുഷനും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്ക സ്ത്രീകളും അറിയാൻ ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കാര്യത്തിലും. സ്ത്രീകൾ പുരുഷന്മാരുടെ എന്തൊക്കെ സ്വഭാവങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാനുള്ള താല്പര്യം അവർക്കും ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം, സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പുരുഷൻ എങ്ങനെയാണ്, അതല്ലെങ്കിൽ സ്ത്രീ ഇഷ്ടപ്പെടുന്ന പുരുഷ സ്വഭാവം എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തന്റെ കഴിവിൽ വിശ്വാസമുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കുറേ പേര് നമ്മൾ കാണാറുണ്ട്, അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അവർക്ക് എന്ത് കഴിവാണ് ഉള്ളതെന്നുണ്ടെങ്കിലും ആ ഒരു കഴിവിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ഇപ്പം ഏതൊരു കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിലും ആൾ റെഡി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതേസമയം മറ്റു ചിലർ നമ്മൾ കണ്ടിട്ടുണ്ടാവും, തീരെ ആക്റ്റീവ് അല്ലാത്തവർ. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ടായിരിക്കും, പക്ഷെ അവർ അത് പുറത്തേക്ക്, അതായത് പുറമേയുള്ള ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ തീരെ കഴിയാത്ത, കുറച്ച് പേടിയുള്ള, മടി കാണിക്കുന്ന, നാണം കാണിക്കുന്ന കുറേ പേരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, അതായത് ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് റെഡി ആയിരിക്കുന്ന പുരുഷന്മാരെയാണ് ഏതൊരു സ്ത്രീയും ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള പുരുഷനാണ് എന്നുണ്ടെങ്കിൽ അവർ ഏതൊരു സ്ത്രീകളെയും അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ കഴിവുള്ളവർ, അതേപോലെ തന്നെ അവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ കഴിയുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് മൂഡ് സ്വിങ്സ് വരാറുണ്ട്. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ട്, പുരുഷന്മാർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഇവർക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരെ, പെട്ടെന്ന് സങ്കടം വരെ, ഇങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് കുറേയൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുക, അവരെ ഭയങ്കര കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. സ്ത്രീകളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു പുരുഷനാണെങ്കിൽ, അതിനെ റെസ്പെക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്വഭാവമായിരിക്കും പുരുഷന്മാരിൽ. അങ്ങനെ ആവണം പുരുഷന്മാർ എന്നുള്ളതാണ് മിക്ക സ്ത്രീകളുടെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവവും എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളെയും, അതേപോലെ തന്നെ അവരുടെ ആശയങ്ങളെയും ജീവിതത്തെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളത്. ചിലരുണ്ട്, അതായത് പുരുഷാധിപത്യം എന്ന് പറയുന്ന കാര്യം തന്നെ ഇപ്പോഴും പലരുടെയും മനസ്സിലുണ്ട്. അപ്പൊ ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീയെ നമ്മൾ വില കുറച്ച് കാണുകയും അതേപോലെ തന്നെ അവരോട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് മിക്ക പുരുഷന്മാരും. അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാരെയൊന്നും ഒരു സ്ത്രീയും ഇഷ്ടപ്പെടില്ല, ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നേരെ മറിച്ച് അവരെ ബഹുമാനിക്കാൻ കഴിയണം. അവർ പറയുന്ന ഏതൊരു കാര്യം, ഇപ്പൊ ചെറിയൊരു ആശയമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ തന്നെ അതിനെ ബഹുമാനിക്കാനും അതേപോലെ അംഗീകരിക്കാനും കഴിയുന്ന പുരുഷനാണ് എന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങളെയും എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കാൻ നിങ്ങൾ പഠിക്കുക, അതിന് ശ്രമിക്കുക. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വ്യക്തമായ ലക്ഷ്യങ്ങളോടെ മുന്നോട്ട് പോകുന്ന പുരുഷന്മാർ സ്ത്രീകളെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ തൻ്റെ ലൈഫിലെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി ബോധമുള്ള ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ആ ഒരു ആഗ്രഹം നേടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് അവരിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയിൽ ഒന്നായിട്ട് മിക്ക സ്ത്രീകളും എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. എനിക്കത് നേടണം എന്നുണ്ടെങ്കിൽ നേടാൻ വേണ്ടി തന്നെ പ്രയത്നിക്കണം. അങ്ങനെയുള്ള പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും തന്നെ ഒരു കാലത്തും വേദനിപ്പിക്കില്ല, അല്ലെങ്കിൽ താൻ എപ്പോഴും അവരുടെ കൂടെ സേഫ് ആയിരിക്കും. ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഏതൊരു കാര്യത്തിലും സേഫ് ആയിരിക്കും എന്നൊരു ചിന്ത മിക്ക സ്ത്രീകളുടെയും മനസ്സിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ അവരോട് ഭയങ്കര റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാവും. മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകളിൽ ഭയങ്കര കോൺഫിഡൻസ് കാണാനായിട്ട് പറ്റും. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധതയുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. കുറേ പുരുഷന്മാരെ നമ്മൾ കാണാറുണ്ട്, ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പ്രകടിപ്പിക്കില്ല. അതായത് ഉള്ളിൽ വിഷമാണെന്നുണ്ടെങ്കിൽ പുറത്തത് കാണിക്കില്ല, സന്തോഷമാണെന്നുണ്ടെങ്കിൽ അതും പ്രകടിപ്പിക്കാൻ മടിക്കുന്നവരുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് തന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം, കെയർ ചെയ്യണം, ഇതാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അത് പ്രകടമായി തന്നെ കിട്ടണം എന്നുള്ളതാണ് സ്ത്രീകൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രകടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ
തന്നോട് ഇഷ്ടമല്ല എന്നുള്ളതാണ് മിക്കവരും വിചാരിക്കുക. പുരുഷന്മാർ നേരെ തിരിച്ചാണ്. അതായത് അവർ പ്രകടിപ്പിക്കില്ല, സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ മടി കാണിക്കുന്നവരാണ് മിക്കവരും. അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പൊ പ്രകടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്നേഹിക്കണമെന്നാണ് ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം അവര് അങ്ങനെ സ്നേഹം കിട്ടണമെന്ന് വിചാരിക്കുന്നവരാണ്. അതായത് ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ലവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രകടമായിട്ടുള്ള സ്നേഹമാണ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആകണം താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തന്റെ ലൈഫ് പാർട്ട്ണർ എന്നുള്ളതാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സത്യസന്ധത ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം. അതായത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് പ്രവർത്തിക്കുമ്പോൾ വേറെ രീതിയിലാവരുത്. നമ്മളിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണെന്നുള്ളത് തുറന്നു പറയാനായിട്ട് കഴിയണം. ഇത് മറച്ചു പിടിക്കാനൊന്നും പാടില്ല. അങ്ങനെയുള്ള ഒന്നും സ്ത്രീകൾ പൊറുക്കുകയോ ക്ഷമിക്കുകയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയോ ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ഓരോ സ്ത്രീയും പുരുഷന്മാരിൽ ഉണ്ടായിക്കൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനും കൂടി ശ്രമിക്കുക. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇത്രയും സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ തന്നെ പ്രയത്നിച്ചേ പറ്റൂ. അതുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യമാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്